ഹലോ, ഹെന്നയുടെ ബേസിക് എലമെൻറ്റ്സ് ആയിട്ടുള്ള സ്പൈറലാണ് ഇന്ന് കാണിക്കുന്നത്. സ്പൈറൽ വരയ്ക്കുമ്പോൾ ഒരു സർക്കിളിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. സെൻട്രലായിട്ട് ഡോട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചുറ്റും കൂടി ഒരു ഡോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ ഇതേപോലൊരു ഫ്ലവർ കിട്ടും. നെക്സ്റ്റ് ചെയ്യുന്ന ഡിസൈൻ ഇതേപോലെ ഫസ്റ്റ് ഒരു സ്പൈറൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ചുറ്റും ഹംസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ സ്പൈറലും ഹംസും കൂടിയിട്ടുള്ള ഒരു ഡിസൈൻ കിട്ടും. നെക്സ്റ്റ് ചെയ്യുന്നത് സ്പൈറൽ കൊടുത്തിട്ട് ചുറ്റിനും ഹംസ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ചുറ്റും ഡോട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു ഫ്ലവർ കിട്ടും. സ്പൈറൽ വരയ്ക്കുമ്പോൾ സർഫസിൽ ടച്ച് ചെയ്യാതെ വേണം വരയ്ക്കാൻ. നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു അറബിക് ഡിസൈനിലൊക്കെ വരുന്ന ഒരു ഫ്ലവർ ആണ്. ഇതേപോലെ ഒരു സ്പൈറൽ കൊടുത്തിട്ട് ചുറ്റിനും സീ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഫ്ലവർ കിട്ടും. അടുത്തതും സെയിം പ്രോസസ്സ് തന്നെ. ആദ്യം സ്പൈറൽ ഇട്ട് കൊടുക്കുക, ചുറ്റിനും ഹംസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യം വരച്ചതിൻ്റെ ആ ഫ്ലവർ തന്നെയാണ് ഇതിലും കൊടുക്കുന്നത്. ഇതിൽ പെറ്റൽസിൻ്റെ സെൻട്രലായിട്ട് ഓരോ ഡോട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ കിട്ടും. നെക്സ്റ്റും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. സ്പൈറൽ ഇട്ട് കൊടുത്ത് ഹംസ് വരച്ചെടുത്ത് ചുറ്റിനും റാ പോലെ വരുന്ന പെറ്റൽസ് ആണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു ഫ്ലവർ കിട്ടും. ഔട്ട്ലൈൻ ഒന്ന് തിക്കായിട്ട് വരച്ചെടുക്കുക കേട്ടോ. നെക്സ്റ്റ് ചെയ്യുന്നത് സ്പൈറലിൻ്റെ കൂടെ വൈൻസ് കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ്. ആദ്യം ഇതേപോലെ 2 സ്പൈറൽ വരച്ചെടുക്കുക. എന്നിട്ട് മുകളിലും താഴെയായിട്ട് 3 വൈൻസ് കൊടുക്കുന്നുണ്ട്. സെൻട്രലായിട്ട് ഒരു ഡോട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് 3 സ്പൈറൽ എടുക്കുക. എന്നിട്ട് വൈൻസും ഡോട്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ ഡിസൈൻ കംപ്ലീറ്റ് ആവും. ഈ ഒരു വീഡിയോ ബിഗിനേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഹെന്ന റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.